ഇരുളടഞ്ഞ രാത്രികളിൽ ഗ്രാമത്തിൻ്റെ അതിർത്തികളിൽ മിഴിചിമ്മാതെ കാവൽ നിൽക്കുന്ന ഒരു രൂപമുണ്ട്. ഭയപ്പെടുത്തുന്ന കണ്ണുകളും കരുത്തുറ്റ ശരീരവുമുള്ള ഒരു പോരാളി. അവനാണ് മാടൻ. വെറും ഒരു ദൈവമല്ല, മണ്ണും മനുഷ്യനും കന്നുകാലികളും ഒരുപോലെ വിശ്വസിക്കുന്ന കാവൽക്കാരൻ. ഐതിഹ്യങ്ങൾ പറയുന്നത് കൈലാസനാഥനായ പരമശിവന്റെ ഭസ്മത്തിൽ നിന്നാണ് മാടന്റെ ജനനമെന്നാണ്. പാർവതീദേവിയുടെ വാത്സല്യമേറ്റുവാങ്ങിയ ശിവഗണങ്ങളിൽ പ്രധാനിയായ ഈ കരുത്തന് നൽകപ്പെട്ട ദൗത്യം ഇതായിരുന്നു: ഭൂമിയിലെ നിസ്സഹായരായ മനുഷ്യരെയും അവരുടെ കന്നുകാലികളെയും ദുഷ്ടശക്തികളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. കയ്യിൽ വലിയൊരു ഗദയുമായി മാടൻ ഭൂമിയിലെത്തി. രാത്രിയുടെ നിശബ്ദതയിൽ കന്നുകാലികളെ തേടിയെത്തുന്ന പുലിയെയും കടുവയെയും തൻ്റെ അദൃശ്യ ശക്തിയാൽ മാടൻ തിരുത്തി. പാവപ്പെട്ട കർഷകർക്ക് മാടൻ ഒരു കരുത്തായിരുന്നു. കന്നുകാലികളെ അല്ലെങ്കിൽ മാടുകളെ സംരക്ഷിക്കുന്നവൻ എന്നതിനാലാണ് അവൻ മാടൻ എന്ന് വിളിക്കപ്പെട്ടത്. മാടന് പല ഭാവങ്ങളാണ്. ശ്മശാനങ്ങളിൽ വസിക്കുന്ന ചുടലമാടൻ, കാടിൻ്റെ കാവൽക്കാരനായ കാട്ടുമാടൻ, ഇരുട്ടിനെ ഭരിക്കുന്ന ഇരുളൻ മാടൻ. ഇങ്ങനെ ഒട്ടനവധി രൂപങ്ങളിൽ മാടൻ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. തെറ്റായ വഴിയിലൂടെ പോകുന്നവർക്ക് മാടൻ ഒരു പേടി സ്വപ്നമാണ്. എന്നാൽ നേരായ വഴിയിൽ നടക്കുന്നവർക്ക് അവൻ എന്നും കൂടെയുണ്ടാകും. ഇന്നും തെക്കൻ കേരളത്തിലെ കാവുകളിലും തറവാടുകളിലും പല രൂപത്തിൽ ശിവപുത്രനായ മാടനെ ആരാധിക്കുന്നുണ്ട്.